തിരുവമ്പാടിയിൽ KSEB ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്തതിന് വൈദ്യുതി വിച്ഛേദിച്ചൊരു സംഭവം ഉണ്ടല്ലോ. യൂത്ത് കോൺഗ്രസ് നേതാവ് അജ്മലിൻ്റെ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. അജ്മലിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി രാഹുൽ സുരേഷ് ഉണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. രാഹുൽ സുരേഷ്, യഥാർത്ഥത്തിൽ ഈ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഓഫീസുകളൊക്കെ തുറന്നു വെച്ചിരിക്കുന്ന ജനങ്ങൾ കയറി ആക്രമിക്കാനല്ലല്ലോ. അതേസമയം ഇവരുടെ വീട്ടിലെ ഫീസ് ഊരിക്കൊണ്ടുപോയതും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്താണ് മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത്? തീർച്ചയായിട്ടും നമ്മളിപ്പോ തിരുവമ്പാടിയിലെ ആശുപത്രിയിലാണ് ഉള്ളത്. SKN അജ്മലിന്റെ മാതാവും പിതാവും ആശുപത്രിയിലാണ് ഉള്ളത്. ഇപ്പോൾ മാതാവ് മറിയം 24നോടൊപ്പം ചേരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വൈദ്യുതി മന്ത്രിയുടെ ഒരു പ്രതികരണം വന്നത്, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാം, പക്ഷേ ഇനി ഒരു അക്രമം ഉണ്ടാകില്ല എന്ന ഉറപ്പ് മാതാപിതാക്കൾ അല്ലെങ്കിൽ പോലീസ് ഉറപ്പാക്കണമെന്നാണ്. അപ്പം ഉമ്മയ്ക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? ഇനി ഒരു അക്രമം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പ് അവർക്ക് നൽകാൻ കഴിയുമോ? ഉറപ്പ് അക്രമം വീട്ടിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയും അങ്ങനെ ഉണ്ടാവില്ല. ഈ കണക്ഷൻ ഒഴിവാക്കാൻ വന്നിട്ടും റീഡിങ്ങിന് വന്നിട്ടൊന്നും നമ്മളവരെ ആക്രമിച്ചിട്ടില്ല ഇതുവരെ. അത് അവര് പറയുന്ന കള്ളത്തരാണ്. പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് ഇനിയൊന്നില്ല, ഒരു കാലത്തും അങ്ങനെ ഉണ്ടാവില്ല. ഇന്നലെ ഈ KSEB ഓഫീസിലെത്തിയ അജ്മല് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ തല്ലി തകർത്ത് അവരെ ആക്രമിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അവര് ചെയ്തിട്ടില്ല. അവരിങ്ങനെ കേസ് കണ്ടപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ ഒരു പോയതാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് തെറ്റാണ് ഇവിടെ ചെയ്തത്, നിങ്ങൾ ഇങ്ങനെ കേസ് കൊടുക്കാനെന്നുള്ള ഇങ്ങനെ പേപ്പറിലൊക്കെ വന്നപ്പോൾ അത് അന്വേഷിക്കാൻ പോയതാണ്. അതുപോലെ അവിടെ പോകണ്ടില്ല, ഇനി സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതി. അത് ഓർക്ക് വന്നില്ലേക്കും. അങ്ങനെ അവിടെ പോയപ്പോൾ ഇവരെ അവിടെയുള്ള ഓഫീസർമാരെല്ലാവരും കൂടിയിട്ട് ഇവരെ പിടിച്ച് ഇരിക്കുക, കുത്തൊക്കെ ചെയ്ത് നല്ലോണം അവരെ മണിക്കൂറുകളോളം എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവരിങ്ങോട്ട് പോകുന്നേരെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെടുത്തിട്ടാണ് അവിടുത്തെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചത്. അവരവിടെ ചെയ്തിട്ടില്ല. അവരോട് ഞാൻ ചോദിച്ചു, ഇതെല്ലാം ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളങ്ങനെ ചെയ്തില്ല, ഞങ്ങളങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞ്. അത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തുണ്ടാക്കിയതാണെന്നാ പറഞ്ഞത്. ഇന്നലെ രാത്രി പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണാണല്ലോ ഇപ്പൊ ആശുപത്രി എത്തിച്ചേരുള്ളത്. അപ്പൊ റസാഖിന്റെ ആരോഗ്യാവസ്ഥ നിലവിൽ എന്താണ്? ഇന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ? ഡോക്ടർ വന്നിട്ടില്ല, പറയാന്നാ പറഞ്ഞേ. SKN വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ പ്രതികരണം വന്നിരുന്നു. അതിനോടുള്ള മറുപടിയാണ് ഇപ്പോൾ മറിയം നൽകിയിട്ടുള്ളത്. ഇനി ഒരു അക്രമം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം അജ്മൽ ഇന്നലെ ആക്രമിച്ചു എന്നായിരുന്നു പോലീസ് പറയുന്നത്. അങ്ങനെ ഒരു അക്രമം ഉണ്ടായിട്ടില്ല എന്നുകൂടിയാണ് മറിയം ഇപ്പോൾ 24നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. SKN